ആദ്യത്തെ 1-2 മാസം കൃത്യമായിട്ട് നമ്മളൊരു ഒബ്സർവ് ചെയ്യുന്നു. ഈ കുട്ടിയുടെ അഭിരുചി എന്തിലാണ്? ഈ മോന് നന്നായിട്ട് ഫിസിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, കെമിസ്ട്രി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ബയോളജി കുറച്ചും കൂടി എനിക്കിഷ്ടമാണ്, തീർച്ചയായും അവനൊരു മെഡിക്കൽ ഫീൽഡ്, ഡോക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. ഈ എക്സാംസ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഈ പരീക്ഷകളിൽ തട്ടി വീഴണം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി പരീക്ഷ വെക്കുമ്പോൾ ഫെയിലാവണം എന്നാണ്. അപ്പോഴാണ് നമ്മൾ ഇടപെടുക. മോനെ നീ എന്തുകൊണ്ടാണ് ഫെയിലായത്? ഓക്കെ, ഫെയിലാവാനുള്ള റീസൺ എന്താ? ആ ക്വസ്റ്റ്യൻ എനിക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് അവൻ്റെ മൈൻഡിൽ പാസ്സായ അല്ലെങ്കിൽ അവന് കിട്ടിയ ചോദ്യത്തെക്കാളും നന്നായിട്ട് മൈൻഡിലാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ തന്നെ 2ാമത്തെ വർഷം ഈ കുട്ടിയോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കുട്ടി നടന്നെടുക്കും. സാറേ, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രസന്റ്ലി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ മെസ്സേജുകൾ ഇങ്ങനെ അയക്കുന്നുണ്ട്. സാറിന് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? യെസ്, കുട്ടികൾ ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് സൂയിസൈഡിൻ്റെ മെന്റാലിറ്റി വരെ കുട്ടികൾക്ക് വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പ്രതിവിധി സാർക്ക് പറയാനുണ്ടോ? സാർ, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ പ്രോബ്ലം തന്നെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണം. നമുക്കൊരു കാര്യം ചെയ്യും സാർ, കുട്ടികൾക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോഗ്രാം ഓൾറെഡി നമ്മുടെ +1 +2 കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് നമുക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം നമ്മുടെ മക്കൾക്കും ചെയ്തു കൊടുക്കാം. 10ാം ക്ലാസ് 2 hours നമുക്ക് വേണം 10ാം ക്ലാസ് ചെയ്തു കൊടുക്കാം. മക്കളെ നമ്മുടെ പ്രോമിസാണ്. അധികം വൈകാതെ തന്നെ അവർ ജനുവരി മാസത്തിൽ നമ്മൾ ചെയ്തു തരും. എന്നാലും ജസ്റ്റ് ഒരു സാറ് ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നോർമലി ഞാൻ കെമിസ്ട്രിയിലുള്ള എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സൈക്കോളജിയിൽ PG എടുക്കുന്നത്. അപ്പോൾ ഒരു അധ്യാപകനായിട്ട് ഒരു സൈക്കോളജിസ്റ്റായ ഒരാളെന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. മെയിനായിട്ട് സാറേ, കുട്ടികളുടെ ഒരു കണ്ണുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഒബ്സർവേഷൻ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 കണ്ണുകൾ കൂടെ അവർ ചെയ്യുന്ന ഒബ്സർവേഷൻ, നമ്മളിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ചുറ്റുമുള്ള നിരീക്ഷിക്കുന്നുണ്ട്. സാറ് ഇപ്പോൾ ഇരിക്കുമ്പോൾ സാർ എന്നെ കാണുന്നുണ്ട്, സാർ ഈ ലൈറ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ സാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നാലും സാറിൻ്റെ കണ്ണുകളിലെ കൂടെ കിട്ടുന്ന ഇൻപുട്ട് സാറിൻ്റെ ബ്രെയിനിൻ്റെ അകത്തേക്ക് എത്തുന്നുണ്ട്. ഒരു സ്കൂളിലേക്ക് കുട്ടി എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് ഇൻപുട്ടുകൾ കണ്ണിൽ കൂടെ കിട്ടുന്നുണ്ട്. എന്നെക്കാളും നന്നായി പെർഫോം ചെയ്യുന്ന ആരാണ്, എന്നെക്കാളും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ ഇവർ, ഈ സാറ് എന്നെക്കാളും പ്രാധാന്യം ഈ കുട്ടിക്കാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യേഷൻ എന്ന് പറയുന്ന കണ്ണുകളാണ്. അപ്പോൾ ഒരുപാട് വിഷ്വൽസ് അവർക്ക് എത്തുന്നു. പർട്ടിക്കുലർലി ഒരു എക്സാം വരുന്ന സമയത്താണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലുണ്ടാവും. 60 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ എൻ്റെ മാർക്ക് എത്രയാണ്? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സാറിപ്പോൾ ക്ലാസ് എടുത്ത് സാറ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് പരീക്ഷ നടത്തി അതിൻ്റെ പേപ്പർ കൊടുത്തപ്പോഴാണ് മറ്റു കുട്ടിയുടെ മാർക്ക് കണ്ടത്. അവൾക്ക് 100ൽ 85 മാർക്ക്, എനിക്ക് 40. ഇവിടെയാണ് ഇഷ്യൂസ് തുടങ്ങുന്നത്. സാർ, നമുക്കിതിന് സാധാരണ വിഷ്വൽ ഇൻപുട്ട് എന്നാണ് പറയുക, കണ്ണുകളിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്. അതിനേക്കാളൊരു കാര്യം കുട്ടികളുടെ ഇടയിലുണ്ട്, ഓഡിറ്ററി ഇൻപുട്ട്, കേൾവികൾ. പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള കേൾവികളല്ല നമ്മുടെ മക്കൾക്ക് കൂടുതൽ ഉണ്ടാവുക, നെഗറ്റീവായ കേൾവികൾ. അതവിടെ ഉള്ളിൽ കാരണം നമ്മുടെ ഈ കോർട്ടക്സ് എന്നുള്ള ഭാഗത്തേക്ക് വിഷ്വലിനേക്കാളും കൂടുതൽ എത്തുന്നത് ഓഡിറ്ററി ഇൻപുട്ടാണ്. ഒരു കുട്ടിയോട് പറയാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ കാണുന്നൊരു കേസാണ് സാർ. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിയോട് അടുത്ത കുട്ടി, നീ എവിടെയാണ് പോണേ? ഞാൻ ഫിസിക്സ് പഠിക്കാം. ഈയിടെ ഇതൊന്നും തീരില്ല, ഇതൊക്കെ എങ്ങനെ തീരാനാ, ഇതൊന്നും ഭയങ്കര ടഫാണ് മോളെ, നീ ഇതൊക്കെ. അതൊരു അതിഭയങ്കരമായിട്ടുള്ള ഓഡിറ്ററി ഇൻപുട്ടാണ്. ഈ 2 ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ടാണ് തോട്ട്സ് വരുന്നത്. സാധാരണ അതിൽ തോട്ട്സ് കുട്ടിയെ അലട്ടാൻ തുടങ്ങുന്ന സമയത്ത് അത് കുട്ടിയുടെ ബോഡി ലാംഗ്വേജിലേക്ക് വരും. ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ തോട്ട്സ് വരുമ്പോൾ മിക്കവാറും കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ കൈ മുഖത്തേക്ക് വരും. സാർ നോക്കിയാൽ മതി, ഈ കാലുകളുടെ ഡയറക്ഷൻ. നോർമലി നമ്മൾ കാലുകൾ ഫ്രണ്ടിലേക്കാണ് വെക്കുക. ഈ കാലുകൾ കുട്ടികൾ അല്പം പിറകോട്ട വലിക്കും. പിന്നെ അവിടെ സ്പൈൻ ബെൻഡ് ഉണ്ടാവും, അതായത് സ്പൈൻ അല്പം ബെൻഡ് ചെയ്തിരിക്കും. മെല്ലെ ശ്വാസം കഴിക്കും. നമ്മളിതിനാണ് NBL എന്ന് പറയാം. ദിസ് ഈസ് നോൺ ആസ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. ഇങ്ങനെയാണ് കുട്ടി ഇരുന്നത്. ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടി തൻ്റെ ബ്രെയിനിന് ഒരു മെസ്സേജ് പാസ് ചെയ്തു, ഐ എം നോട്ട് ഓക്കെ. ആ രീതിയിലേക്കാണ് വരുന്നത്. സാർ ഒരു കാര്യം, സാർ അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ പോകുമ്പോൾ നോക്കിക്കോളൂ, ഒരു 60 കുട്ടികളിൽ ഒരു 40 കുട്ടികളെങ്കിലും ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള NBL നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ക്ലാസ്സിലിരിക്കുന്നുണ്ട്. ഇതങ്ങനെ ഇരുന്ന് അപ്പോൾ സാറ് വളരെ മനോഹരമായിട്ട് ക്ലാസ് എടുക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു 10% പോലും ആ കുട്ടി അബ്സോർബ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അതിമനോഹരമായിട്ട് സാറേ കറക്റ്റാ സാർ, സൈൻ തീറ്റ മൈനസ് സാർ ഐ ഗോട്ട് ഇറ്റ്. പക്ഷേ അത് സാറ് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? പരീക്ഷേൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഈ NBL നെഗറ്റീവ് ബോഡി ലാംഗ്വേജിൽ ഇരിക്കുന്ന കുട്ടി ചിന്തകളിലേക്ക് കൂടെ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള ഫീലിംഗ് എന്ത് ചെയ്യുന്നു? തൻ്റെ ബ്രെയിനിന് കൊടുക്കുന്നു. സാറേ, ശരിക്കും നമ്മൾ ആര് പറയുന്ന അനുസരിക്കുക? പാരൻസ് ആണോ, ഫ്രണ്ട്സ് ആണോ, അല്ല നമ്മുടെ ബ്രെയിനാണോ? ഓരോ കാര്യത്തിനും തീരുമാനം നമ്മുടെ ബ്രെയിനിൽ നിന്നല്ലേ വരുന്നത്. ഈ ബ്രെയിനിൽ ഞാൻ നോട്ട് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്.
അപ്പോൾ സാധാരണ ഇതിൽ അടുത്തത് അത് ബോഡിയിലേക്കുള്ള ഇഷ്യൂ ആയിട്ട് മാറും. ബോഡിയിലേക്കുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തലച്ചോറിനുള്ള ഒരുപാട് സംഗതികളുണ്ട്. പ്രത്യേകിച്ച് അമിഗ്ഡല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഐ എം ഇൻ ട്രബിൾ, ഐ എം നോട്ട് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് ബ്രെയിനിന് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ബാധിക്കുക ഹാർട്ട് ബീറ്റിനെയാണ്. ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആവും. കുട്ടിക്ക് തന്നെ തോന്നും ഒരു വല്ലാത്തൊരു പ്രശ്നം ഇവിടെയുണ്ട്, ചെസ്റ്റ്. കൂടുതൽ ശ്വാസം എടുക്കാൻ തുടങ്ങും. സാറ് ശ്രദ്ധിച്ചോ, ഈ ടെൻഷൻ വരുന്ന മിക്ക കുട്ടികൾക്കും ശ്വാസം മുട്ടുണ്ടാവും. ഹോസ്റ്റലിൽ നിന്ന് മിക്കവാറും വൈകുന്നേരം വിളി വരും, സാറേ ഒരു കുട്ടി ശ്വാസം മുട്ടായിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടുപോയി. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് സാറേ സംഭവിക്കുന്നത്? കാരണം ഈ അമിഗ്ഡല സെൻസിയാണ് ചെസ്റ്റിന്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്. യെസ്, യു ആർ ഇൻ ട്രബിൾ, സോ യു ടേക്ക് മാക്സിമം ഓക്സിജൻ. അപ്പോൾ പെട്ടെന്ന് പരിധിയിലധികം ഈ ശ്വാസം എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ കുട്ടിക്ക് ഇവിടെ ഒരു സഫോക്കേഷനുണ്ട്. അതേസമയത്തിന് ഈ ബൈലിലുള്ള ആസിഡ് ഉണ്ട്. സാധാരണത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നത്. ഈ ആസിഡ് അല്പാൽപമായിട്ട് മുകളിൽ കയറി വരുന്നൊരു ഫീലിംഗ് കൂടി ഉണ്ടാകും. ഇത് മൂന്നും കൂടിയാകുമ്പോൾ കുട്ടി മൊത്തം ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ചില കുട്ടികളോട് സാറ് ചോദിച്ചാൽ മതി, സാർ അടുത്ത് പോയി എന്താ നമ്മളെ പ്രശ്നം? സാർ ഒന്നുമില്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് പറയും. സാർ ഒന്നുമില്ല സാർ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. അവർക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവുക. സാർ ഞാൻ 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു ഇൻറ്റേർണൽ സ്ട്രെസ് ആണെങ്കിൽ പ്രശ്നം കൂടുതലാണ്. ഈ സമയത്ത് ചില കുട്ടികൾ പറയും, സാർ എനിക്ക് ടെൻഷൻ ഉണ്ട്, എനിക്ക് ടെൻഷൻ ഉണ്ട്. ചില കുട്ടികളൊന്നും സംസാരിക്കും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഇതിനാണ് നമ്മൾ ആങ്സൈറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. കുട്ടികൾ ഇങ്ങനൊരു ഫീലിംഗ് കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ പ്രസൻസിൽ, ടീച്ചറിൻ്റെ പ്രസൻസിൽ, ഫ്രണ്ട്സിൻ്റെ പ്രസൻസിൽ ഇത് ഉണ്ടാവില്ല. ഒറ്റക്ക് പോയിരിക്കുമ്പോൾ ഈ ആങ്സൈറ്റി അറ്റാക്ക് മെല്ലെ വരും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, പലതും കണക്ട് ചെയ്ത് ചിന്തിക്കും. കുട്ടിയുടെ പരാജയങ്ങൾ, കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഓവർ തിങ്കിലേക്ക് മാറും. ചെറിയൊരു തോട്ട് തുടങ്ങിയിട്ട് അതിങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അത് നെഗറ്റീവിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും അല്ലേ. ഇതാണ് ബേസിക്കലി ഒരു ടെൻഷൻ എന്ന് പറയുന്ന സംഗതി. പക്ഷെ നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാറിന് അറിയുന്ന കാര്യം തന്നെയാണ്. ആദ്യം ഇതൊരു തോട്ടാണെങ്കിലും പിന്നെ ഇത് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് മാറും. കുട്ടി എന്താ പറയുക, രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരിക്കും. സാധാരണ നമ്മൾ പറയും കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ എന്ന് പറയും. ഞാനൊരു 5 മിനിറ്റും കൂടെ ഉറങ്ങട്ടെ അച്ഛാ, അമ്മ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നു? കാരണം ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഏറ്റവും കുറഞ്ഞ എനർജി സ്റ്റേറ്റിൽ തുടരണം. കാരണം എനിക്കിതിൽ താല്പര്യമില്ല, ഐ എം നോട്ട് ഓക്കെ എന്ന് കുട്ടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള തെറാപ്പീസാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞ ഒരു പക്ഷേ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുട്ടിയെ കൊടുക്കണം. അത് സാർ നിങ്ങൾക്ക് പ്രോമിസ് ഉറപ്പാണ്. അല്ല സാറേ, ഉറപ്പാണ്. ജനുവരി മാസത്തിൽ ഒരു അടിപൊളി ക്ലാസ് സ്ട്രെസ്സിനെ കുറിച്ചിട്ടും സയന്റിഫിക് ആയിട്ട്. സാറേ ഞാൻ ബേസിക്കലി എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിൽ താല്പര്യമില്ല. ഐ എം എ സൈക്കോളജിസ്റ്റ്. മോട്ടിവേഷൻ്റെ എഫക്റ്റ് ഒരു 10-15 മിനിറ്റ് ആണ്, ചിലപ്പോൾ ഒരു രാത്രി. മിക്ക മോട്ടിവേഷൻ ക്ലാസ്സും കഴിഞ്ഞ് ആ രാത്രി കഴിയുമ്പോൾ കുട്ടികൾ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മാറും. പക്ഷെ നമ്മളൊരു സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ, ഒറിജിനൽ കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് സയന്റിഫിക്കലി നമുക്ക് കൃത്യമായിട്ട് എന്താക്കാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാറേ നമ്മളിതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുട്ടിക്ക് വെറും പഠനങ്ങൾ മാത്രമോ റിസൾട്ടുകൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, അതിന് ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ സ്കൂളുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും. ഞാനിതിൽ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, നമ്മൾ ലൈഫിൽ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു സ്കില്ലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ഏതിനോടൊക്കെ പൊരുത്തപ്പെടാൻ പഠിക്കണം. ശരിക്കും നമ്മുടെ പ്രശ്നം എന്താ, ചില കുട്ടികൾക്ക് ശബ്ദത്തോട് പൊരുത്തപ്പെടാൻ പറ്റില്ല, ചില കുട്ടികൾ രുചികളോട് പൊരുത്തപ്പെടാൻ പറ്റില്ല. മറ്റൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് വേണ്ട, അത് നമ്മളെ അല്ല ചേച്ചി എനിക്ക് മതി. കാരണം ആ രുചി, തൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന രുചിയിൽ നിന്ന് വ്യത്യസ്തമായുള്ള രുചി കുട്ടിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആൾക്കാരോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്ന കുട്ടി ചെറിയ രീതിയിൽ ബിഹേവിയർ മാറിയാൽ ടെൻഷനാവുക, പാനിക്കാവുക. ശരിക്കും ഒരു പൊരുത്തപ്പെടലാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ ആദ്യം തന്നെ സംഭവിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികൾ വന്ന് ഹോസ്റ്റലിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ 14 ജില്ലകളിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ കൾച്ചറുള്ള കുട്ടികളാണ്. അപ്പോൾ അവരോടുള്ളൊരു പൊരുത്തപ്പെടലുണ്ട്. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പഠിക്കണം, ഈ കാര്യങ്ങൾ കുട്ടി ഒന്നിച്ച് പഠിക്കുകയാണ്. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഡെഫിനറ്റായിട്ടും പേഴ്സണാലിറ്റി. സാറേ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് മോട്ടിവേഷണൽ ക്ലാസ്സിലേക്ക് കൂടി അല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത്, സ്വന്തം അനുഭവങ്ങളെ കൂടിയാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് കോപ്പിയിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം സാറിനറിയാം, ലൈഫിൽ നമ്മൾ സക്സസ്ഫുള്ളായ ഏത് ബിസിനസ്സും പോസിറ്റീവ് കോപ്പിയിങ് ആണ്. അതായത് വേറെ എന്തോ ഒരു കാര്യം കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് ചെയ്തത്, അവർ ആ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആൾക്കാരിൽ നിന്ന് നമുക്ക് പലതും പോസിറ്റീവ് കോപ്പിയിങ് ചെയ്യാനുണ്ട്. ആ കുട്ടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അവൾ എങ്ങനെയാണ് അത് ശരിയാക്കുന്നത്. ഒരു കുട്ടി നല്ല രീതിയിൽ ഫിസിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് കോപ്പിയിങ് നമുക്ക് ചെയ്യാം.
അപ്പോൾ സാർ പോസിറ്റീവ് കോപ്പിങ് ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റു കുട്ടികളിൽ നിന്ന് പഠിക്കാനുണ്ട്. നമുക്ക് അധ്യാപകരിൽ നിന്ന് പഠിക്കാം, മെൻറ്റേഴ്സിൽ നിന്ന് പഠിക്കാം, കുട്ടികളിൽ നിന്ന് പഠിക്കാം. ഈ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് അവരുടെ സാറി പറഞ്ഞിരിക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഓക്കെ, അത് അവിടുന്ന് വന്ന ഒരു പാരൻ്റ് കഴിഞ്ഞ ദിവസം ഈ കുട്ടി നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുമ്പോൾ ആരോടും സംസാരിക്കില്ല, അപ്പോൾ ഇങ്ങനെ മാറിയിരിക്കും. പിന്നെ ഒരു കാര്യത്തിനൊരു മറുപടി നമ്മൾ ചോദിച്ചാൽ തന്നെ ഒരു വാക്കിലും സാർ ഓക്കെ. പക്ഷെ അങ്ങനെയുള്ള കുട്ടി ആഫ്റ്റർ 1 ഇയർ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ നല്ല മാറ്റങ്ങൾ, എല്ലാവരോടും സംസാരിക്കാൻ പഠിച്ചു. അത് ആ പാരൻസിന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണോ അവർ ആ കുട്ടിയിൽ വരുത്താൻ ഉദ്ദേശിച്ച മാറ്റം അത് കൃത്യമായിട്ട് ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി എന്നുള്ളതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ആ കുട്ടി അത് ആ സാഹചര്യത്തിൽ നിന്ന് കൈവരിച്ചൊരുന്നതായിട്ടാണ്. അത് ത്രൂ ഔട്ട് ലൈഫിൽ ഉറപ്പായിട്ടും. പിന്നെ സാറ് ചോദിച്ചില്ലേ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുമ്പോൾ എന്താ കിട്ടുന്നത്? ഇതൊരു ക്യാമ്പസ് ലൈഫാണ്, മനോഹരമായൊരു ക്യാമ്പസ്. നമ്മളെ കാലിക്കറ്റ് ഗോകുലത്തിൻ്റെയൊക്കെ ക്യാമ്പസിൽ വന്നാൽ തന്നെ ഒരു നോട്ടത്തിൽ ആ സ്കൂള് നമ്മുടെ കണ്ണിൽ നിറയില്ല. 2-3 നോട്ടങ്ങൾ നോക്കി ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ണിലേക്ക് എടുക്കേണ്ടി വരും. പല വീഡിയോകളിൽ തന്നെ അത് കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ്. അടിപൊളി ക്യാമ്പസ്. അവിടെ ശരിക്കും നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ സൈലം സ്കൂളിലേക്ക് വരുമ്പോൾ വെറും പഠനം മാത്രമല്ലല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ചിക്മഗ്ലൂര് മറ്റേ ഇവിടെയൊക്കെ പോയിട്ടൊരു ടൂർ പോയി വന്നതേ ഉള്ളൂ. ഒരു അടിപൊളി എക്സ്കർഷൻ. പിന്നെ ഇടയ്ക്ക് ഫീൽഡ് വിസിറ്റ്, പിന്നെ നമുക്ക് സൈലമിയ, അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസിലെ പ്രോഗ്രാംസ്, ഈ മോട്ടിവേഷൻ കൗൺസിലിംഗ് ക്ലാസ്സസ്, ഗൈഡൻസ് ക്ലാസ്സുകൾ, ഇതൊക്കെ മറ്റ് സ്കൂളുകൾ കിട്ടാത്ത സവിശേഷതകളാണ്. സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ ഈ ടൂറൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ ഒന്നും കൂടെ ആ കുട്ടിയെ മോൾഡ് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടു, എനിക്ക് തോന്നുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് അവർക്ക് ബോട്ടണിലൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ ലൈവായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബുക്കിൽ കാണുന്നത് നേരെ ലൈവായിട്ട് കണ്ടുപിടിക്കാം. ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. നമുക്കറിയാം ഒരു കുട്ടി അല്പം സ്ട്രെസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുന്നത്. കാരണം ആ വീടിൻ്റെ ഒരു കംഫർട്ട് സോൺ, ആ വീട്ടിലേക്കൊക്കെ എത്തി ആ സോഫയിൽ അങ്ങ് ഇരുന്ന് ആ മൊബൈലൊക്കെ എടുത്ത് ആ അമ്മ തരുന്ന ഭക്ഷണം കഴിച്ച് എൻ്റെ ഒരു കംഫർട്ട് സോൺ ഭയങ്കര. പക്ഷെ സാറേ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവും ആ കംഫർട്ട് സോണാണ്. ആഗ്രഹിക്കുന്നില്ല. കുട്ടി ആ കംഫർട്ട് സോൺ വിട്ട് വന്നാലും മാത്രമേ വളർച്ചയുണ്ടാവൂ. ഇത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അതേ ബസ്സിന് പോകുന്നു, തിരിച്ചു വരുന്നു, ആ സോഫയിൽ ഇരിക്കുന്നു, മൊബൈൽ നോക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നത് ഈ മൊബൈൽ അഡിക്ഷൻ എന്നുള്ളൊരു മോചനമാണ്. പല പാരൻസും ആഗ്രഹിക്കുന്ന ആ കാര്യമാണ്. കാരണം നമ്മുടെ ഹോസ്റ്റലുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്ന നിയന്ത്രണമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്റ്റഡ് ആണ് മൊബൈൽ. പക്ഷെ അവർക്ക് പാരൻസിന് വിളിക്കാനും കാര്യങ്ങൾ. ഇതെന്തുകൊണ്ട് ചെയ്യുന്നു വെച്ചാൽ നമുക്കറിയാം സാർ, ഇപ്പോൾ സാധാരണഗതിയിൽ 10th സിലബസ് 10ാം ക്ലാസ്സിൻ്റെ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ സെക്കൻഡറി സിലബസ് വളരെ വളരെ വ്യത്യസ്തമാണ്, വളരെ വിശാലവുമാണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ വളരെ എന്താ പറയേണ്ടത്, വളരെ ഫ്രീ ആയിട്ട് സാറിൻ്റെ ഒക്കെ ക്ലാസ് പിള്ളേരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ഒക്കെ ക്ലാസ് കേട്ടാൽ മതി, പിന്നെ പഠിക്കണ്ട. പക്ഷെ അതിലൊരു ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഹയർ സെക്കൻഡറിയിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതായത് വാട്ട് ഈസ് ബോയിൽസ് ലോ എന്ന് 10th ചോദിക്കുമ്പോൾ a container is having this particular amount of gas and it is expanded, then what will be the next boil എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കോൺസെപ്റ്റ് നമ്മുടെ തലയിലേക്ക് വന്ന് സമയമെടുത്ത് അത് അപ്ലൈ ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്ക് സമയം വേണം. പക്ഷെ വീട്ടിലാവുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ മകനൊക്കെ വീട്ടിലേക്ക് വന്ന്, അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം എന്താ, ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, ഒരു സോഫ, അതിലിരുന്നു, അമ്മ മൊബൈൽ അതെടുത്ത് ഇരുന്നു. പക്ഷേ ഞാനിങ്ങനെ പറയുമ്പോഴവൻ മാറ്റി വെച്ച് അവൻ്റെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മിക്ക കുട്ടികളും ആ സമയം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന അറിയാറില്ല. ഇതൊന്ന് വലിയൊരു സൊല്യൂഷനാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. കുട്ടികൾക്ക് ഒരു വലിയൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതേപോലെ ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ റിപ്പീറ്റ് ചെയ്യാൻ, അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടെൻഷൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവുമോ എന്നുള്ളത് സാറ് കറക്റ്റ് ചോദ്യങ്ങളാണ് സാറ് ചോദിക്കുന്നത് കേട്ടോ. ഇതൊരു നല്ല ചോദ്യമാണ് സാറേ. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് 1 ഇയറിൻ്റെ ഒരു കോച്ചിങ്ങാണ്. ശരിക്കും ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിലെ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. മേജർ റീസൺ ഞാൻ മനസ്സിലാക്കിയത് 2 വർഷത്തെ പാഠഭാഗങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത്, 1 വർഷം കൊണ്ട് പഠിക്കാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ റെഗുലറായിട്ട് എക്സാം വരും. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഡെയിലി ടീച്ചേഴ്സ് ഓർമ്മിച്ചുകൊണ്ട് ഇനി ഇത്ര ചാപ്റ്റേഴ്സ് നമുക്ക് വി ഹാവ് ടു ഫിനിഷ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് ചാപ്റ്റേഴ്സ്. അപ്പോൾ കൂടുതൽ സ്ട്രെസ് വരും. പക്ഷെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ധാരാളം സമയമുണ്ട്. 365 ഡേയ്സ് കിട്ടുകയാണ്, 1 വർഷം കിട്ടുകയാണ്. ആ വർഷം എന്ന് പറയുന്നത് മെല്ലെ പഠിക്കുവാനും
കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുവാനും. പിന്നെ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ സ്ലോ ലേണേഴ്സ്. എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ 10th എടുക്കുന്നതുകൊണ്ട് അറിയാം, നമ്മുടെ ഒരു 5 വർഷം മുമ്പേക്ക് കുട്ടികൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ലേണേഴ്സാണ്. സാറിപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോഴേ തന്നെ ബാക്കി അവർ ക്യാപ്ചർ ചെയ്തു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ അവർ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സാറ് പറയാൻ പോകുന്നത്. പക്ഷെ ഇപ്പോഴും ചില കുട്ടികൾ സാറേ പറഞ്ഞ അത്ര എനിക്ക് അങ്ങോട്ട് ഒന്നും കൂടെ സാറ് പറയാവോ എന്ന് പറയുന്ന കുട്ടിയുടെ എണ്ണം കൂടുകയാണ്. അപ്പം അതിന് സമയം നമുക്കിവിടെ കിട്ടും. പിന്നെ ഈ മെൻറ്റേഴ്സ് കൂടെയുണ്ട്, നമ്മളെ കൂടെയുണ്ട്. പിന്നെ വേറെ വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം, അത് നമുക്കൊരു CBSEയും ഇതുമായിട്ടൊരു കമ്പാരിസണിൽ പറയാം. തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കേണ്ടതുണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. സാറിൻ്റെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവും. അതായത് ഈ സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞ ഞാൻ അടുത്ത ചോദിക്കാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന സ്റ്റേറ്റ് സിലബസിലാണ്. പക്ഷേ നമ്മുടെ എൻട്രൻസ് എക്സാമുകളാവട്ടെ എല്ലാവട്ടെ NCERT ടെക്സ്റ്റ് ബുക്സ്, അതായത് CBSE ടച്ചിലാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മുടെ സിലബസ് വരുന്നതും CBSE തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് സിലബസ് നിന്ന് CBSEയിലേക്ക് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ്, അതിന് എത്രത്തോളം നമുക്ക് മറികടക്കാൻ പറ്റും വിഷയമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതും ഇതും കണക്ട് ചെയ്ത് നമുക്ക് പറയാം സാർ. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലും സൈലം സ്കൂളുകൾ CBSE സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CBSE ആയാലും സ്റ്റേറ്റ് ആയാലും പഠിക്കുന്ന ബുക്ക് സെയിമാണ്. ഇപ്പം എൻ്റെ ഇത് കേൾക്കുന്ന എല്ലാ സ്റ്റേറ്റ് സിലബസ് മക്കളും അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇപ്പോൾ വടകരയിൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര് പറയുകയാണ്, മേമുണ്ട സ്കൂളിൽ, കണ്ണൂരിൽ സെൻറ്റ് മൈക്കിൾ സ്കൂൾസ് എന്നൊക്കെ സ്റ്റേറ്റ് സിലബസ് സ്കൂളാണ്. കോഴിക്കോട് സ്റ്റേറ്റ് സിലബസ് സ്കൂൾ അറിയാം. അപ്പോൾ ആ സ്കൂൾ ഏത് സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ പോയാലും, ചിന്മയ വിദ്യാലയ, കേന്ദ്രീയ വിദ്യാലയ, അതുപോലെ മറ്റ് പല CBSE സ്കൂളിൽ പോയാലും നിങ്ങൾ പഠിക്കേണ്ടത് ഒരേ ടെക്സ്റ്റ് ബുക്കാണ്. ഒരു വ്യത്യാസമില്ല. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന 10th ക്ലാസ്സിൻ്റെ ബുക്കും CBSEക്കാരുടെ ബുക്കും വ്യത്യാസമുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ബട്ട് വെൻ യു ആർ കമ്മിങ് ടു ഹയർ സെക്കൻഡറി ഓർ 11th 12th ക്ലാസ് ഓർ +1 +2 ക്ലാസ്, യു ഹാവ് ടു സ്റ്റഡി ദ സെയിം സിലബസ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സാറേ, നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് എൻട്രൻസിൻ്റെ ബേസ് നന്നായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ CBSEക്ക് പബ്ലിക് എക്സാമിനേഷൻ ഇല്ല. അത് CBSE +1 കുട്ടികൾ പബ്ലിക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു വലിയൊരു ടെൻഷൻ. കാരണം ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ, സ്റ്റേറ്റ് സിലബസിലേക്ക് പോകുമ്പോൾ അവർക്ക് +1 മാർക്ക് കൂടി എടുക്കും. ടോട്ടൽ മാർക്കിൽ +1 മാർക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസിലേക്ക് കയറുന്ന കുട്ടിയുടെ ആദ്യം എന്ന് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത്, അയ്യോ ഈ വർഷം പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്. CBSEക്കാർക്ക് അതില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സാവകാശം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് +1 തന്നെ പഠിക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതായത് നിങ്ങളുടെ നാട്ടിലുള്ള സാധാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി കഴിഞ്ഞാലും CBSE സ്കൂളിൽ പോയാലും പഠിക്കണം. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, വാട്സപ്പിൽ മെറ്റായില്ല, അതിനോട് ചോദിച്ച് നോക്കുക, യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. എല്ലാവരും പഠിക്കേണ്ട ഒരേ ബുക്കാണ്. രണ്ടാമത്തെ കാര്യം, കുറച്ചും കൂടെ സാവകാശം നമുക്ക് കിട്ടും. പിന്നെ CBSEയിൽ അല്പം വരുന്നത് അവരുടെ എക്സാം പാറ്റേണിൽ വ്യത്യാസമാണ്. അത് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ CBSE സിലബസിലേക്ക് മാറുന്നതുകൊണ്ട് ഈ ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. അത് പണ്ടായിരുന്നു, വേറെ സിലബസ്. ഇപ്പോൾ സെയിമാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ധൈര്യത്തോടെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് വരും. മക്കളെ, ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ ഭാവിയിലേക്ക് എങ്ങനെയാണ് അവരെ ബിൽഡ് ചെയ്യുന്നതെന്ന് ചുരുക്കി പറയാൻ പറ്റുമോ സാർക്ക് മൊത്തത്തിലായിട്ട്? തീർച്ചയായിട്ടും സാറേ. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് അഡ്മിഷന് വേണ്ടി വരുന്നു. സാധാരണഗതിയിൽ മെയ് മാസത്തിലൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അവർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്നു. നമ്മളവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. കാരണം ചിലപ്പോൾ ഒരു വലിയ സാമ്പത്തിക സാഹചര്യമൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും, ചിലപ്പോൾ ടെൻഷനുള്ള കുട്ടിയായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് അങ്ങനെ വരുന്ന കുട്ടിയായിരിക്കും. ചില സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ചെറിയ രീതിയിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടാവും. അതിൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡ്രോബാക്ക് അതിൽ വന്നതാണ്. ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടി, അല്ലേ, പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള മടി, ഒരു സ്റ്റേജിൽ കയറാനുള്ള മടി, ഇങ്ങനെ പലതരത്തിലുള്ള ചെറിയ ഡിഫക്ട്സ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം നമ്മൾ ഒരേ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാം. അങ്ങനെ അവർ നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് വരുന്നു. ആദ്യത്തെ 1-2 മാസം കൃത്യമായിട്ട് നമ്മളവർ ഒബ്സർവ് ചെയ്യുന്നു. അതിനാണ് ഈ മെൻറ്റേഴ്സ്. നമുക്ക് ക്ലാസ്സിൽ 60 കുട്ടികളെ അറിയണം എന്താണ് ഇവരുടെ കാര്യങ്ങൾ. അങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഏതാണ് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. സാർ, ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും, ഈ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ കുട്ടിയുടെ അഭിരുചി എന്തിലാണ്? ഈ മോന് നന്നായിട്ട് ഫിസിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, കെമിസ്ട്രി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഫിസിക്സും മാത്തമാറ്റിക്സും നന്നായി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുട്ടിയുടെ കരിയറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഡെഫിനറ്റ്ലി അവനൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ മേഖലയിലേക്ക് പോകേണ്ട ഒരാളാണ്. പക്ഷേ കുട്ടി പറയാണ്, സാറേ എനിക്ക് ഈ 4 സബ്ജക്റ്റിൽ
കെമിസ്ട്രിയും ബയോളജിയാണ് കുറച്ചും കൂടി ഇഷ്ടം. ബയോളജി കുറച്ചും കൂടി എനിക്കിഷ്ടമാണ്. തീർച്ചയായും അവനൊരു മെഡിക്കൽ ഫീൽഡ്, ഡോക്ടർ എന്ന് ഞാൻ പറയുന്നില്ല, മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ഇഷ്ടം പോലെ ഫീൽഡ്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് അവരുടെ അഭിരുചി നമ്മൾ മനസ്സിലാക്കും. ഫസ്റ്റ് ഇയറോട് കൂടിയിട്ട് കുട്ടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇയറിൽ തന്നെ പലതരത്തിലെ പരീക്ഷകൾ നിരന്തരമായിട്ട്. ഈ എക്സാംസ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഈ പരീക്ഷകളിൽ തട്ടി വീഴണം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി പരീക്ഷ വെക്കുമ്പോൾ ഫെയിൽ ആവണം എന്നാണ്. കാരണം ഈ പാസ്സാവും തോറും ഓവർ കോൺഫിഡൻസ് ആണ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, നമ്മൾ പാസ്സായി. പക്ഷെ ഫെയിലാവുമ്പോൾ അയ്യോ ഞാൻ ഫെയിലായല്ലോ. അപ്പോഴാണ് നമ്മൾ ഇടപെടുക. മോനെ നീ എന്തുകൊണ്ടാണ് ഫെയിലായത്? ഓക്കെ, ഫെയിലാവാനുള്ള റീസൺ എന്താ? ആ ക്വസ്റ്റ്യൻ എനിക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് അവൻ്റെ മൈൻഡിൽ പാസ്സായ അല്ലെങ്കിൽ അവന് കിട്ടിയ ചോദ്യത്തെക്കാളും നന്നായിട്ട് മൈൻഡിൽ അവൻ ഫീൽ ചെയ്യും. അങ്ങനെ നിരന്തരമായി പരീക്ഷകൾ എഴുതി, നമ്മുടെ ഒന്നിച്ച് ടൂറൊക്കെ പോയി പല പ്രോഗ്രാംസൊക്കെ ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ വർഷം ഈ കുട്ടിയോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കുട്ടി നടന്നെടുക്കും. അത് ചിലപ്പോൾ IIT-കളെന്നോ NIT-കളെന്നോ ഞാൻ നേരത്തെ പറഞ്ഞ ഗൗരവ് അഗർവാളിനെ പോലെ ഏറ്റവും മികച്ചൊരു എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ എയിംസെന്നോ ജിപ്മറെന്നോ ഒരു മികച്ച ഡോക്ടർ ആവുക എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ ഐസറിൽ പോയിട്ട് ഏറ്റവും നമ്മളൊക്കെ ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞ സംഗതി എന്താ സാറ്? നമ്മളൊക്കെ ഇന്നുള്ള പല കംഫർട്ടുകൾ, മൊബൈൽ ഫോൺ അടക്കം, അതൊരു കണ്ടുപിടുത്തമല്ലേ? അങ്ങനെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു സയൻറ്റിസ്റ്റ് അവൻ മാറും. ചിലപ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്തിലേക്ക് അവൻ പോവും. ചിലപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എഴുതിയിട്ട് അവനൊരു IAS ഓഫീസറോ IPS ഓഫീസറോ പ്രൊഫസറോ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. തീർച്ചയായും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും നടന്നെടുക്കും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ 3 ട്രയാങ്കിൾസ്, സാറിനെ പോലുള്ള മികച്ച അധ്യാപകർ, നമ്മുടെ മെൻറ്റേഴ്സ്, പിന്നെ നമ്മളെ പോലുള്ള കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്, ഇവരെല്ലാവരും, പിന്നെ അതിൽ അവരൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയാണ് പാരൻസ്. തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം നമ്മുടെ മക്കളിലേക്കും സ്നേഹപൂർവ്വം നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റേഴ്സ് അസൈലം സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉറപ്പായും നിങ്ങളുടെ മുന്നിൽ വലിയൊരു ലോകം, അതിമനോഹരമായിട്ടുള്ള ലോകമാണ് നമ്മൾ തുറന്നിടുന്നത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്ലാസിൻ്റെ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല. ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സാറിനോട് പറയുക. ഉറപ്പായിട്ടും മോട്ടിവേഷൻ ക്ലാസ് അല്ല, കൃത്യമായിട്ട് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, എങ്ങനെ മാനേജ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ മറ്റൊരവസരത്തിൽ നമുക്ക് തീർച്ചയായും. അപ്പോൾ മക്കളെ, അത്രയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങൾ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ SP സാറോട് പറയുകയാണ്. വളരെയധികം സന്തോഷം സാറേ. കുട്ടികളുടെ കൂടെ ഇനിയും ഉണ്ടാവും എന്ന് പറയുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. സമയം കിട്ടിയ കുറവായിരുന്നു സാർ, എന്നാലും നമുക്ക് ചെറിയൊരു സ്പെഷ്യലായിട്ട് സാർക്ക് അത്രയും തിരക്കിനിടയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയം മാറ്റി വെക്കാൻ സാറ് തയ്യാറാണ്. സോ സാറിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ കളക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ് കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഈ സെഷൻ മുഴുവൻ കണ്ടതിന് ശേഷം സാറ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. സൈലം സ്കൂളുകളെ പറ്റി നിങ്ങൾ പറയണം. പ്രോഗ്രാമിന്റെ പേര് ഫേസ് യുവർ എക്സാം വിത്ത് എ സ്മൈൽ എന്നാണ്. ഫേസ് യുവർ എക്സാം. പൊതുവെ എല്ലാവരും ടെൻഷനോട് കൂടിയാണ് പരീക്ഷൻ്റെ എക്സാമുകളിൽ കയറുന്ന പുഞ്ചിരിയോട്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഇനിയും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണേണ്ടതുണ്ട്. സോ നമുക്ക് കുട്ടിയോടൊരു ബൈ പറഞ്ഞല്ലോ സാർ. തീർച്ചയായിട്ടും സാർ. ബൈ മക്കളെ, തീർച്ചയായിട്ടും കാണാം, വീണ്ടും കാണാം, പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.